ആദരണീയനായ പി.കെ. പോക്കർ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ജ്ഞാനാന്വേഷികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വളരെ ഗൗരവമായി പിന്തുടരുന്ന ഒരു വ്യക്തിത്വമാണ് ടി.എസ്. ശ്യാംകുമാർ. വളരെ യുവാവായ ശ്യാംകുമാർ എന്ന സംസ്കൃത പണ്ഡിതൻ കേരളത്തിന് നൽകുന്ന സംഭാവന എന്താണ് എന്നത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം ഈ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരാൾ ശ്യാംകുമാറാണ്. എന്തുകൊണ്ടായിരിക്കാം ശ്യാംകുമാറിനെ പോലൊരു വ്യക്തിത്വം വളരെ മോശപ്പെട്ട ഭാഷയിൽ ഇത്രമേൽ പരിഹസിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നത് നമ്മൾ മലയാളികൾ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ശ്യാംകുമാറിനെ ഒരു പൊതു മലയാളി ബോധത്തിൽ ശ്യാംകുമാർ അടയാളപ്പെട്ടിരിക്കുന്നത് ഒരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു ചിന്തകനായിട്ടും ഒരു അംബേദ്കറൈറ്റായിട്ടുമായിട്ടാണ്. ഈ രണ്ട് മുദ്രകളും ആക്ഷേപിക്കപ്പെടാൻ, ഒരാളെ ആക്ഷേപിക്കാനുള്ള ലൈസൻസായി കൊണ്ടു നടക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. എല്ലാ മലയാളികളും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനങ്ങനെ കരുതുന്ന ആളല്ല. നല്ല മലയാളികളിലെ പ്രബലമായൊരു വിഭാഗം ദളിതർക്കിടയിൽ നിന്നും ഉയർന്നു വരുന്ന ചിന്തകരെ ദളിത് ചിന്തകർ എന്ന് മുദ്രകുത്തി, ദളിത് ചിന്തകർ എന്ന് പറയുന്ന ചിന്തകരൊന്നുമില്ല. ചിന്തയ്ക്ക് അങ്ങനെ ദളിതെന്നോ അദളിതെന്നോ ഒന്നുമില്ല. ചിന്ത നമ്മളുടെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മൈൻഡിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ആ എക്സ്റ്റൻഷനുള്ള എല്ലാ ജന്തുക്കളും, മനുഷ്യ ജന്തുക്കളും ചിന്തിക്കും. നമ്മളെല്ലാവരും ചിന്തിക്കുന്നവരാണ്. പക്ഷെ ചിലരുടെ ചിന്ത മാത്രം പ്രസക്തമാകുന്നത് അവർക്ക് ഈ ഹ്യൂമൻ മൈൻഡിൻ്റെ ഡയമെൻഷൻ മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. നമ്മളെല്ലാവരും പാട്ട് പാടുന്നവരാണ്. പക്ഷെ വേടൻ പാടുമ്പോൾ അത് മറ്റൊന്നാവുന്നത് അദ്ദേഹത്തിൻ്റെ ആ മോഡുലേഷനിലുള്ളൊരു വേരിയേഷനാണ് സംഭവം. നമ്മളെ വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം പൂർണ്ണമായും ആവാഹിച്ചെടുക്കുന്ന ഒരു ശേഷി ആ ശബ്ദത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. എനിക്കും വേണേൽ പാടാം, നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ വേടം പാടുമ്പോൾ നിങ്ങൾക്ക് തോന്നും. എല്ലാവരും ചിന്തിക്കുന്നുണ്ട്, പറയുന്നുമുണ്ട്. അന്നേരം ഒന്നും തോന്നാത്തൊരു കാര്യം, ഈ ശ്യാംകുമാറിൻ്റെ പുസ്തകം വായിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുമ്പോഴും നമുക്ക് തോന്നും. ബേസിക്കലി ഹീസ് എ തിങ്കർ. നമ്മളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു ചിന്തകനാണ്. ആ ചിന്തയുടെ സാമഗ്രികൾ എന്താണെന്ന് പരിശോധിച്ച് ചിന്താചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമാണ്. മലയാളിയുടെ ചിന്താചരിത്രത്തിൽ, ദളിതരുടെ ചരിത്രത്തിനകത്തും അദ്ദേഹത്തിൻ്റെ സ്ഥാനം മറ്റൊരു സംഗതിയാണ്. അദ്ദേഹത്തെ ഒരു ചിന്തകൻ എന്ന നിലയിൽ മലയാളികളുടെ ചിന്താചരിത്രത്തിൽ, മലയാളിയെ നവീകരിക്കുന്ന ചിന്താപ്രക്രിയയുടെ ചരിത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടുന്നത്. അദ്ദേഹം എഴുതിയ നിരവധി പുസ്തകങ്ങളുണ്ട്. നിരവധി പുസ്തകങ്ങളുടെ കർത്താവാണ് ശ്യാംകുമാർ. അതിൽ എല്ലാം ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ദേവഭാഷ പഠിച്ച ഒരാളാണ്, സംസ്കൃതം പഠിച്ച ഒരാളാണ്. അപ്പോൾ ദേവഭാഷയാണ് നമ്മളെ സംബന്ധിച്ച സംസ്കൃതം. ഈ ദേവഭാഷയുടെ പരിശുദ്ധിയെ സംബന്ധിച്ചു നമുക്കൊരു സങ്കല്പമുണ്ട്. ദേവഭാഷയിൽ ഉച്ചരിക്കപ്പെടുന്നതെല്ലാം എന്തോ വലിയ അർത്ഥമുള്ള വലിയ വലിയ കാര്യങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്.
നമുക്ക് ദേവഭാഷ അറിയത്തില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെയാണ്. സംസ്കൃതത്തിൽ പറയുന്ന എല്ലാം എന്തോ ഭയങ്കരമായ കാര്യങ്ങളാണ് എന്നും മനസ്സിലാക്കിയ മലയാളികളുടെ ഒരു ചരിത്രം മലയാളിക്കുണ്ട്, മറന്നു പോകരുത്. ഈ പുതിയ ചില ചിന്തകർ കടന്നു വരുന്നതിന് മുൻപ് ഇവിടെ ഇരിക്കുന്ന പലരും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള KEN ആയാലും പോക്കർ മാഷായാലും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരാണ്. ഈ പുതിയൊരു തലമുറ കടന്നു വരുന്നത് വരെ നമ്മുടെ പ്രഭാഷണ വേദികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്നത്തെ മുഖ്യ പ്രഭാഷകരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെല്ലാം വളരെ ആദരവോടെ കണ്ട ഒരു ഭാഷയാണ് സംസ്കൃത ഭാഷ. സംസ്കൃത ശ്ലോകം ഒരെണ്ണം ചൊല്ലാതെ പ്രസംഗം എങ്ങനെ ഭംഗിയാകുമെന്ന് പോലും വിചാരിച്ചവരാ മലയാളികൾ. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ സുമാർ അഴീക്കോണ്ട പ്രസംഗങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കും, നമുക്കത് മനസ്സിലാവും. ഇടയ്ക്ക് 2 ശ്ലോകം ചൊല്ലുക, പുള്ളി കല്യാണം കഴിക്കാത്തതിൻ്റെ ചില കാരണങ്ങൾ നിരത്തുക, പിന്നെ എന്തൊക്കെയോ പറയുക. ഇത് വലിയ പ്രഭാഷണമായിട്ടാണ് മലയാളികൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മലയാളിയുടെ ചിന്താചരിത്രത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയ, ബേസിക്കായി ഒരു വേർപെടൽ, മലയാളിയുടെ ചിന്താലോകത്തിലൊരു വേർപെടൽ സൃഷ്ടിച്ച പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവാണ് TS ശാമുകാർ. അതങ്ങ് അംഗീകരിക്കേണ്ടി വരും, ആ കാര്യം അതങ്ങോട്ട് അംഗീകരിക്കേണ്ടി വരും, അല്ല നമ്മൾ സമ്മതിപ്പിക്കും. അത് നല്ല ധാരണയോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സംസ്കൃതത്തിൽ പറയുന്നതൊക്കെ ഭയങ്കര വിഡ്ഢിത്തവും മനുഷ്യവിരുദ്ധവുമാണെന്ന് കേരളത്തിൽ പരസ്യമായി സ്ഥാപിച്ചെടുത്ത ചിന്തകൻ TS ശാമുകാറാണ്. വേറെ ആർക്കും അത് അവകാശപ്പെടാനില്ല. ബാക്കിയൊക്കെ പാണ്ഡിത്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ക്രൂഷ്യലായ ഈ പോയിൻറ്റിന് അതിന് പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സമൂഹം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വർഗങ്ങൾ, ജാതികൾ, ലിംഗഭേദം എന്നൊക്കെ നമുക്ക് പറയാം. ഇതിനൊക്കെ അപ്പുറം ഞാനിന്ന് രാവിലെ ഈ അധികാരം, റെപ്രസെൻറ്റേഷൻ, ഡെമോക്രസി എന്നൊക്കെ പറയുന്നൊരു വിഷയം സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഫുക്കോയുടെ അധികാര സങ്കല്പത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പുസ്തകങ്ങളൊക്കെ എടുത്ത് മറിച്ച് നോക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. വീണ്ടും അതൊന്ന് റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ ഫുക്കോ പറയുന്ന ഈ അധികാരം ഒരു മുകളിൽ നിന്നുള്ളൊരു ഒപ്രസീവ് മെഷറായി കാണാതെ മനുഷ്യബന്ധങ്ങളിലെ അധികാര പ്രയോഗത്തെ ജ്ഞാനവും അധികാരവും പരസ്പരം ബന്ധിതവും പരസ്പരം പ്രൊഡ്യൂസ് ചെയ്യുന്നതുമാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തെ ഇന്ത്യക്കകത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ ഇത് റിച്വലിസ്റ്റിക്കായിട്ട് ജ്ഞാനത്തെയും അധികാരത്തെയും ബന്ധിപ്പിച്ചൊരു സമൂഹമാണ് നമ്മുടേത്. ഇന്ത്യക്കകത്ത് ജ്ഞാനി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്നാണ് അർത്ഥം. ഇന്ത്യക്കകത്ത് ജ്ഞാനി എന്ന് പറഞ്ഞാൽ വേദങ്ങളും ഇതിഹാസങ്ങളും അറിയുന്നവൻ എന്നാണ് അർത്ഥം. ഇന്ത്യക്കകത്ത് ജ്ഞാനി എന്നാൽ സംസ്കൃതം അറിയാവുന്നവൻ എന്നാണ് അർത്ഥം. ഇതൊന്നും ഇല്ലാത്തവൻ ജ്ഞാനി അല്ലാതാവുന്നു. അങ്ങനെ നമ്മുടെ ജ്ഞാനം തന്നെ രണ്ടായി പിളരുകയും ബഹുജനങ്ങളുടെ വിപുലമായ ജീവിതജ്ഞാനം ഒരു താഴ്ന്ന നിലവാരമുള്ള ജ്ഞാനമായി, പരിഗണിക്കപ്പെടേണ്ടതില്ലാത്ത ജ്ഞാനമായി, വേണമെങ്കിൽ അതിനെ ജ്ഞാനത്തിനെതിരായ അജ്ഞാനമായി നിർണയിക്കാവുന്ന വിധം ഒരു ഘടനയാണ് ഇന്ത്യൻ ജ്ഞാനവ്യവസ്ഥയ്ക്കുള്ളത്. അതുകൊണ്ട് കൊട്ട നെയ്യുന്നവൻ, വട്ടി നെയ്യുന്നവൻ, കൃഷി ചെയ്യുന്നവൻ, ഇവർക്കൊന്നും യാതൊരു വിവരവുമില്ലെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെയാണ് പരിശീലിക്കപ്പെട്ടിരിക്കുന്നത്. മറിച്ച് ഈ സ്വാഹ എന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥമുണ്ടെന്നാണ്. അതിനെന്താ അർത്ഥമുള്ളത്? പക്ഷെ വലിയ അർത്ഥമാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ കെണിയെ പൊളിച്ചൊരാളാണ് ശ്യാംകുമാർ. ഇത് വെറും കെണിയാണെന്നാണ് പറയുന്നത്. ഇത് വെറുതെ പറയുന്നത്, ഇതിനകത്ത് യാതൊരു കാര്യമില്ലെന്നാണ് പറയണം. അപ്പം ഇത് ഒരിക്കലും അംബേദ്കർ ഖേദിക്കുന്നുണ്ട്, എനിക്ക് സംസ്കൃതം അറിയില്ല എന്ന് എഴുതുന്നുണ്ട്. പകരം ഞാൻ ഓതൻറ്റിക്കായ അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനങ്ങളിൽ നിന്നാണിത് പറയുന്നതെന്ന് പറയുന്നത്. ആ ഖേദത്തെ മറികടന്ന ഒരാളാണ്
ശ്യാംകുമാർ. നമ്മൾ അങ്ങനെയാണ് ഈ കാര്യത്തെ കാണുന്നത്. ഇത് ശ്യാംകുമാർ ചെയ്യുമ്പോൾ മാത്രം ഇതൊന്നുമല്ല, അത് ശ്യാം അവിടെ അങ്ങോട്ട് പഠിച്ചിട്ട് വന്ന് എഴുതിയതാണെന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. വേറെ ആരെങ്കിലും ചെയ്താലോ അത് ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇൻ്റർനാഷണൽ ആണെന്ന് പറഞ്ഞ് ടോണി മോറിസും പറയുന്നുണ്ട്. ഞങ്ങൾ എഴുതിയാൽ അത് കറുത്തവരുടെ എന്തോ കാര്യമാണെന്ന് പറഞ്ഞു. യൂറോപ്പിലെ വെള്ള പുരുഷൻ എഴുതിയാൽ അത് ലോകത്തിൻ്റെ കാര്യം. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഈ കാര്യം തന്നെ എവിടെയും സംഭവിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മലയാളിയുടെ ജ്ഞാനസങ്കല്പനങ്ങളെ അട്ടിമറിക്കുന്ന, അതിനെ വേർപെടുത്തുന്ന, അതിൻ്റെ പൊള്ളത്തരങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ചിന്തകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കേരളീയ സമൂഹത്തിലേക്ക് പ്രസരിക്കുക ചെയ്യുന്നു. ഈ ചിന്ത എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ടാവാം. ടെക്സ്റ്റുകളിൽ അത് ഈ ഒരു പുസ്തകം വായിച്ചിട്ട് വേണം ഒരു പുസ്തകം എഴുതാം നമുക്ക്. അത് നിങ്ങൾക്കറിയാലോ. ഈ ദിവസം ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളാരും ഇത് കാണാഞ്ഞിട്ടാണ്. ഒത്തിരി പുസ്തകം പ്രകാശനം ചെയ്യുകയും എഴുതിയവൻ മാത്രം വായിക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങളൊക്കെ കേരളത്തിലുണ്ട്, മലയാള ഭാഷയിലുണ്ട്. വേറെ ആരും വായിക്കാറില്ല. എന്നാലും അവൻ പുസ്തകം ഇറക്കും. അവനെവിടെയോ വായിച്ചപ്പോൾ പുസ്തകം എഴുതുമെന്ന് തോന്നി അവനെ എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകമായത്. അവിടെയാണ് വളരെ ഓതൻറ്റിക്കായിട്ടുള്ള ഒരു സംഗതി ഇതിനകത്ത് പറയുന്നത്. ഇതിൻ്റെ ഒന്നാം ഭാഗം രാമായണത്തെക്കുറിച്ചുള്ള ഭാഗം. ഇത് മാത്രമാണ് ഞാൻ വിശദീകരിക്കുക. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്നവരൊക്കെ വലിയ പണ്ഡിതർ, എനിക്ക് ബഹുമാനീയരുമായിട്ടുള്ള ആൾക്കാരാണ്. അവർക്കെല്ലാം സംസാരിക്കാനുള്ള അവസരം. മലയാളി രാമായണത്തെയും മഹാഭാരതത്തെയും മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു? ഏറ്റവും കുറഞ്ഞ പക്ഷം ശ്യാംകുമാറിന് മുൻപ് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? എന്തോ മഹത്തായ കാര്യമായിട്ടാണ്. 1500 രാമായണം ഉണ്ടെന്നും 1500 രാമായണം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കഥ കഴിഞ്ഞെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ 1500 വായിച്ചു കഴിയുമ്പോൾ നമ്മൾ മരിക്കും. പിന്നെ നമുക്കൊന്നും പറയാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ ഈ ബൃഹത് ഗ്രന്ഥങ്ങളുടെ എണ്ണമൊക്കെ പറഞ്ഞ് അത് ജനകീയ രാമായണമുണ്ട്, ജനകീയമല്ലാത്ത രാമായണമുണ്ട്, സംസ്കൃതത്തിൽ എഴുതിയതുണ്ട്, ഗുജറാത്തിയിൽ എഴുതിയതുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന രാമായണ കഥകൾ കേട്ടാൽ നമ്മൾ വളർന്നു. ഇതിനകത്തെല്ലാം രാമായണത്തിൻ്റെ ചക്രവാളം ഇങ്ങനെ വളർന്ന് ആകാശം മുട്ട നിൽക്കുകയാണെന്നൊക്കെ നമ്മളങ്ങ് പഠിച്ച് വഷളാവുക. ശ്യാംകുമാർ പറഞ്ഞു ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു, ചുമ്മാ പറയുന്ന. അതിനകത്തെല്ലാം ബ്രാഹ്മണന് നീതി കൊടുക്കണമെന്നല്ലാതെ മനുഷ്യന് നീതി കൊടുക്കണമെന്നൊരു വാക്യം കാണിച്ചു തരാമോ എന്ന് കേരളത്തിലെ പണ്ഡിത സമൂഹത്തെ വെല്ലുവിളിച്ച ആദ്യത്തെ ചിന്തകനാണ് ശ്യാംകുമാർ. നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരെങ്കിലും മറുപടിയായിട്ട് വന്നോ? എൻ്റെ അറിവിൽ ഇന്ന് വരെ വന്നിട്ടില്ല, വരുവേയില്ല. അവനറിയാലോ ഇതിനകത്ത് ബ്രാഹ്മണന് നീതി കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഈ ബ്രാഹ്മണരാരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ചൂളണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പഴയ ബ്രാഹ്മണനായിട്ട് തന്നെ തുടരും. 19-ാം നൂറ്റാണ്ടിലെ അടിവസ്ത്രം ഞാൻ ഉടുക്കുള്ളതെന്ന് ബലം പിടിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ പുതിയ കാലത്ത് നല്ല നിക്കറൊക്കെ ഉള്ളപ്പോൾ ഇവനെന്തിനാ ഈ 19-ാം നൂറ്റാണ്ടിൽ അടിവസ്ത്രവും ധരിച്ചുകൊണ്ട് കരക്കാരെ കാണിക്കുന്ന വിധം വളരെ നൈസായ മുണ്ട് കൊടുത്ത് നടക്കുന്ന എന്തോ തലയ്ക്കെന്തോ അസുഖമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം, ഓളം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഈ ടെക്സ്റ്റുകളിൽ ഈ ബ്രാഹ്മണ സേവയെ ആണ് നടത്തുന്നതെന്നും അത് വിമർശിക്കപ്പെടേണ്ടതാണെന്നും അതിലൂടെ നമുക്ക് നല്ല മനുഷ്യരായിത്തീരാൻ, മോർ ഹ്യൂമൻ, നല്ല മനുഷ്യരായിത്തീരാൻ സാധ്യതയുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിച്ചൊരാളാണ്. ഇപ്പോൾ ഈ രാമായണത്തിൽ ഇതിനു മുൻപ് രാമായണത്തെക്കുറിച്ച് ഒത്തിരി പുസ്തകം കേരളത്തിൽ ഇറങ്ങി അല്ലേ, ഒത്തിരി പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി രാമായണത്തെക്കുറിച്ച് അത്തരം പുസ്തകങ്ങൾ ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാണ് എൻ്റെ കാരണം. ആ യുക്തി ഇരിക്കില്ല. രാമായണത്തിൻ്റെ ബേസിക് ടെക്സ്റ്റ് ബ്രാഹ്മണ സേവയാണെന്ന് സ്ഥാപിക്കപ്പെട്ടിടത്തോളം അത്തരമൊരു പുസ്തകം എഴുതാൻ പണ്ട് എഴുതിയ പോലെ ലളിതമായി എഴുതാൻ പറ്റില്ല. മഹാഭാരതത്തെക്കുറിച്ചും ലളിതമായി എഴുതാൻ പറ്റില്ല. അതിൻ്റെ മൂല്യമണ്ഡലം പുറത്ത് വന്നു കഴിഞ്ഞു. ഇത് വളരെ അമ്പക്കറേറ്റ് പൊസിഷനിൽ നിന്നുകൊണ്ടുള്ള റീഡിങ്ങാണ്.
അദ്ദേഹം നടത്തുന്നത്. അംബേദ്കറേയും ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുള്ളി എന്തോ ഈ ദളിതർക്കെന്തോ അവകാശമൊക്കെ മേടിച്ചു ആ പുള്ളിയല്ലേ എന്ന്. ഇതാണ് എൻ്റെ സംഭവം. ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുമ്പോഴേ അത് നമ്മുടെ പട്ടികക്കാർക്ക് മറ്റേ സംവരണം മേടിച്ചു കൊടുത്ത ആ പുള്ളിയല്ലേ എന്നും മനസ്സിലാക്കുന്ന വിധം നമ്മുടെ ജ്ഞാനവ്യവസ്ഥയ്ക്കൊരു പ്രശ്നമുണ്ട്. ഇന്ത്യൻ ജ്ഞാനവ്യവസ്ഥയ്ക്കൊരു പ്രശ്നം. അത് എവിടെ നിന്നാണ് വരുന്നത് നോക്കിയിട്ടാണ് അത് ജ്ഞാനമാണോ അല്ലയോ എന്ന് തീരുമാനിക്കും. അധികാരം അങ്ങനെയാണ് ജ്ഞാനത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി, ഐ തിങ്ക് ഷീസ് ഫ്രം സവർണ കാസ്റ്റ്, ഒരു പെൺകുട്ടി 10-25 കൊല്ലമായിട്ട് ഞാനോ ശ്യാംകുമാറോ അല്ല ആ മാതിരിയുള്ള ജനം കേരളത്തിൽ പറയുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ വളരെ വലിയ വിസിബിലിറ്റിയാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. ശ്യാമിന് കിട്ടാത്ത വിസിബിലിറ്റി ആ കുട്ടിക്ക് എങ്ങനെയാണ് കൈവരുന്നത്? അതെന്താ ഇത് കാര്യം? അതിലൊരു അതിക്രമമുണ്ട്, നമ്മളതാ മനസ്സിലാക്കേണ്ടത്. ഇനി കാസ്റ്റിൻ്റെ കാര്യമാണേലും ഞങ്ങൾ പറഞ്ഞോളാം എന്നാ, നീ മിണ്ടാതിരിക്കണം എന്നാ. ശ്യാം അവിടെ മിണ്ടാതിരിക്കണം, ഞങ്ങൾ പറഞ്ഞോളാം എന്നാ പറഞ്ഞു. ശ്യാം പറയുന്ന കാര്യം നിങ്ങളവിടെ ഇരിക്കും, ഞാൻ പറയാമെന്നായി പറയുന്നത്. അതാണ് നോളജിലൊരു പുതിയ റെപ്രസെൻറ്റേഷനാണ്, പുതിയൊരു സബ്ജക്റ്റിവിറ്റിയാണ് രൂപപ്പെട്ടു. അവരൊരു പുതിയ വിജ്ഞാനം നിർമ്മിച്ചെടുക്കുക ചെയ്യും. അപ്പോൾ കേരളത്തിലെ മഹാപണ്ഡിതന്മാർക്കാർക്കും എന്തുകൊണ്ടാണ് ഈ പറയുന്ന കേരളം ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നാത്തത്? വിവേകാനന്ദൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് എന്തുകൊണ്ടാണ് തിരുത്താതിരുന്നത്? ഇതിൻ്റെ കാര്യം എന്താ? മലയാളികൾക്ക് ഭ്രാന്താണെന്നല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഈ സിദ്ധൻ, പുള്ളി സ്വയം വിളിക്കുന്ന ആ പേര് കേട്ടോ, ഞാൻ വിളിച്ചതല്ല. ഈ അദ്ദേഹത്തിൻ്റെ ഈ പുറനാട്ടുകരക്കാർ എഴുതി പിടിപ്പിച്ച മഹാകഥകളിലാണ് ബാക്കിയുള്ളവരൊക്കെ ജീവിക്കുന്നത്. നമ്മളതിലല്ല ജീവിക്കേണ്ടത്. വിവേകാനന്ദനെ കുറിച്ച് ഈ പുറനാട്ടുകരക്കാർ എഴുതി പിടിപ്പിച്ച കുറേ അസംബന്ധങ്ങളുണ്ട്. അതാണ് വിവേകാനന്ദൻ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. ഈ വിവേകാനന്ദൻ എഴുതിയ കത്തുകളുണ്ട്. പുള്ളി സ്വദേശത്തായിരുന്നപ്പോൾ എഴുതിയ കത്തുണ്ട് സുഹൃത്തുക്കൾക്ക്, വിദേശത്തായപ്പോൾ സ്വന്തം വീട്ടിലേക്ക് അയച്ച കത്തുണ്ട്, വിദേശത്തുള്ള സുഹൃത്തുക്കൾക്ക് അയച്ച കത്തുണ്ട്. ഈ കത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ പറയുന്ന ആളൊന്നും അല്ല പുള്ളി. ഒരു കത്തിൽ പുള്ളി തുറന്നു പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും സുന്ദരിമാരും നല്ലവരുമായ സ്ത്രീകൾ അമേരിക്കൻ സ്ത്രീകളാണെന്ന് പറയും. ഇന്ത്യൻ സ്ത്രീകളൊക്കെ വിചാരിക്കുന്നത് ഞങ്ങളുടെ പണ്ഡിതനായ ആൾ പുള്ളി ഞങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞു കാണുമെന്നൊക്കെ. അങ്ങനൊന്നും അല്ല. പുള്ളിക്ക് തലക്കകത്ത് നല്ല വെളിവുണ്ടായിരുന്നുണ്ട്. പുള്ളി പറഞ്ഞ് അവരാണ് കൊള്ളാവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഭഗവത്ഗീത വായിച്ച് സമയം കളയാതെ നിങ്ങൾ ഫുട്ബോൾ കളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും മതേതരനായ മനുഷ്യർ കണ്ടുകൊണ്ടോന്നാണ്. കേരളത്തിൻ്റെ വേദികളിൽ നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കാണ് ഞാനീ പറഞ്ഞത്. നിങ്ങൾ ഭഗവത്ഗീത വായിച്ച് സമയം കളയാതെ ഫുട്ബോൾ കളിച്ച് പേശീബലം വർദ്ധിപ്പിക്കൂ എന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു? നമ്മളതാണ് ശ്രദ്ധിക്കേണ്ടത്. കരുണയെക്കുറിച്ച് സംസാരിച്ച് ബുദ്ധൻ ഇന്ത്യയെ സ്ത്രൈണമാക്കിയിരിക്കുന്നു. ഇന്ത്യയിലെ പുരുഷന്മാർ മുഴുവനും പേടിത്തൊണ്ടന്മാരായിരിക്കുന്നു. അവർ ഭഗവത്ഗീത വായിച്ച് സമയം കളയാതെ ഫുട്ബോൾ കളിച്ച് പേശീബലമുണ്ടാക്കി യോദ്ധാക്കളായി മാറണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മതേതരത്വമാണ്. ആ യോദ്ധാക്കളാണ് അപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുക. അതങ്ങ് മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ അതിൽ വലിയ ഡെക്കറേഷനൊന്നും വേണ്ട. അവരാ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. ഈ ഡെക്കറേറ്റ് ചെയ്ത് ഇയാൾ പറഞ്ഞത് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്ന് ജാതി കണ്ടെത്തോ ഞെട്ടി വിറച്ച് കേരളം ഭ്രാന്താലയാണെന്ന് പറഞ്ഞത്. ഈ പുള്ളി ജനിച്ച നാട്ടിൽ ജാതി ഇല്ലേ? ബംഗാളി ഇപ്പോൾ ഉണ്ടല്ലോ. ഇപ്പോൾ പോയി നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. പുള്ളി ഇങ്ങോട്ട് വന്ന യു പിയിലില്ലേ ജാതി? പുള്ളി കണ്ടില്ലേ? ഗുജറാത്തിലില്ലേ ജാതി? പിന്നെ ഇവിടെ വന്ന് പുള്ളി ഞെട്ടാൻ മാത്രം ഇവിടെ തന്നെ അധികം ഉണ്ടായിരുന്നു. നുണയാണ്. അദ്ദേഹം പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഒരുത്തനങ്ങോട്ട് പോയി അവൻ ഇവിടെ നിന്നാൽ നമ്മൾ നീതി കൊടുക്കുകയില്ല. അവനോടത്ത് പോയി ഒരു മുഹമ്മദിയൻ്റെ പേരോ ഒരു ക്രിസ്ത്യാനിയുടെ പേരോ സ്വീകരിച്ച് ഇങ്ങോട്ട് വന്നാൽ അവനെല്ലാ നീതിയും കൊടുക്കും.
ഈ മലബാറികൾക്ക് മുഴുവൻ ഭ്രാന്താണെന്നാണ് പറഞ്ഞത്. ഏതേ ഈ അയിത്തജാതിക്കാരനെ അവിടെ ചെന്ന് മുഖം മുസ്ലിമായി കൺവേർട്ട് ചെയ്ത് തിരിച്ചു വന്നാൽ അവനെ മെക്കിട്ട് കയറാൻ പറ്റിയാലെന്ന് ഇവനറിയാം. ക്രിസ്ത്യാനിയായിട്ട് വന്ന് മെക്കിട്ട് കയറിയാൽ സായിപ്പ് അവനെതിരെ കേസ് കൊടുക്കും, അതും അറിയാം. അതുകൊണ്ട് തൊപ്പി വെച്ചോ ഒരു സണ്ണി എന്ന് പേരിട്ടോ ഒരാൾ വന്നാൽ നീതി കൊടുക്കും. ഈ മലബാറികൾക്കെല്ലാം ഭ്രാന്താണ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. അവനിവിടെ ഉള്ളപ്പോൾ തന്നെ നീതി കൊടുക്കണം എന്നും വ്യാഖ്യാനിക്കാം. ഈ മതം മാറിയിട്ട് വരുന്നതിന് നീതി കൊടുക്കുന്ന ഭ്രാന്തൻ്റെ അടുത്ത് ഇറക്കരുതെന്നും വ്യാഖ്യാനിക്കും. രണ്ട് വ്യാഖ്യാന സാധ്യതയുള്ളതിന്. ഈ തൊപ്പി വെച്ച് ഒരു ബന്ധം നീതി കൊടുക്കുന്നു എന്നും ഒരു അർത്ഥമില്ല അതിന്. രണ്ടാമതൊരു കാര്യം, ഇവരെല്ലാവരും പറയുന്ന കൊട്ടേഷൻസ് അതൊക്കെ ഈ പറയുന്ന ഈ ജ്ഞാനമെന്തോ ഭയങ്കര സംഭവമാണ്. ശ്രീ വിവേകാനന്ദനാണ് ഏറ്റവും വലിയ ബിംബമെന്നൊക്കെ പറയുന്നത്. വിവേകാനന്ദൻ എഴുതുന്നൊരു കത്തുണ്ട്, ഞാൻ അടുത്ത ദിവസത്തേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് അമേരിക്കയിൽ സുഹൃത്തിന് എഴുതുന്ന കത്താണ്. 3 ദിവസം എനിക്ക് അവിടെ താമസിക്കണം. എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ആവശ്യമില്ല. കുറേ ചായയും കുടിക്കണം, കുറേ പുകയും വലിക്കണം, വേറെ ഒരാവശ്യം. വിവേകാനന്ദൻ എഴുതിയ കത്തിലുള്ള വാചകമാണ് ഞാനീ പറയുന്നത്. നിങ്ങളീ പറയുന്ന പോലെ നേരം വെളുത്ത വയ്യോളം തലയും കുത്തി നിന്ന് തപസ് ചെയ്ത ആളൊന്നുമല്ല പുള്ളി, മനസ്സിലായില്ലേ? എന്നിട്ട് ഇത് പറഞ്ഞു എന്തൊക്കെയോ വലിയ ക്ഷീരവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ജീവിക്കുക. ശ്രീനാരായണ ഗുരു പറഞ്ഞു ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം തന്നെന്ന് പറഞ്ഞു. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, ഇതിൻ്റെ കൂടെ പറഞ്ഞൊന്നും ആരും കേൾക്കുന്നില്ല. അതിന് ഈ പണ്ഡിതന്മാരത് പറയാതെ അത് മുഴുവൻ കേരളത്തോട് പറഞ്ഞൊരാളായി ഇരിക്കുന്നത്. ഏത് സമയത്താണ്, എന്തിനാണ് പുള്ളി അങ്ങനെ പറഞ്ഞു? ഗുരു അങ്ങനെ പറഞ്ഞു. 1-ാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു ഈ യുദ്ധത്തിൽ ബ്രിട്ടൻ ജയിക്കാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടെന്നാൽ അവരാണ് എനിക്ക് സന്യാസം തന്നതെന്നാണ്. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, അവർ സന്യാസം തരിക എന്ന് പറഞ്ഞാൽ ഗുരു എന്നെ ഉദ്ദേശിക്കുന്നത് അവരാണോ അങ്ങേക്ക് ദീക്ഷ തന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറയുന്ന മറുപടിയിലാണ് അതിൻ്റെ സംഭവം കിടക്കുന്നത്. ശ്രീരാമൻ്റെ കാലത്ത് രാമരാജ്യത്ത് ശംഭുകൻ്റെ ജ്ഞാനാന്വേഷിയായ ശംഭുകൻ്റെ തലയറുക്കുകയായിരുന്നല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ രാമരാജ്യം വന്നാൽ ഞാൻ സന്യാസിയാകുകയല്ലെന്ന് അതിൻ്റെ അർത്ഥം. ഒരേ സമയം രാമരാജ്യത്തിന് വേണ്ടി വാദിക്കുന്നവർ ഗുരുവിനെങ്കിലും വെറുതെ വിടണം. ഗുരുവിന് വേണ്ടി വാദിക്കുന്നവർ രാമരാജ്യത്തിന് വേണ്ടി വാദിക്കാതിരിക്കണം. ഇതാണ് ശ്യാംകുമാർ തെളിക്കുന്നൊരു സംഭവം, ഒരു ഇരുട്ടുമുറി. അപ്പോൾ അതിലൂടെ മലയാളി സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്യാംകുമാറിന് കേൾവിക്കാരും കാഴ്ചക്കാരും വായനക്കാരും ഉള്ളത്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാവരും ഭയങ്കരമായ ജാതി വിരോധികളും പ്രശ്നക്കാരുമാണെന്നൊന്നും സിദ്ധാന്തം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല. മലയാളി സമൂഹം വൻ രീതിയിൽ പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ജ്ഞാനവ്യവഹാരം അവരെ പിൻപറ്റുകയും അതവർക്ക് ബോധ്യപ്പെടുകയും കൂടുതൽ സ്വയം നവീകരിക്കാൻ അവരെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മലയാളിയുടെ ചിന്താചരിത്രത്തിലെ പ്രധാനപ്പെട്ടൊരു വേർപെടലും നിർമ്മിതിയുമാണ്, ജ്ഞാനനിർമ്മിതിയുമാണ്. അതിലാണ് ഡോക്ടർ ശ്യാംകുമാർ ഇടപെടുന്നത്, ചെയ്യുന്നത് എന്ന ഉത്തമ ബോധ്യത്തിലാണ്. ദീർഘകാലം ഞങ്ങൾ വളരെ അടുത്ത സഹോദരങ്ങളാണ്. ആദ്യഘട്ടത്തിൽ ശ്യാംകുമാർ എഴുത്തുകാരൻ ആകുന്ന ഒരു ഘട്ടത്തിൽ ഈ പബ്ലിക് അക്കാഡമിക് എഴുത്തുകളൊക്കെ നടത്തുകയും പബ്ലിക് എഴുത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. ഒരു രാത്രി സംസാരിക്കും. ഒറ്റ രാത്രിയിലെ സംഭാഷണത്തിൽ ഇയാൾ ഭയങ്കരമായൊരു ട്രഷറാണെന്ന് ബോധ്യപ്പെട്ട ഒരാളാണ്. സർവ്വവിധത്തിലുള്ള പ്രോത്സാഹനങ്ങളും ആ നിലക്ക് വ്യക്തി എന്ന നിലക്ക് എൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമായി ഞാൻ കാണുന്നു. കേരളത്തിൻ്റെ ചിന്താലോകത്തെ പിടിച്ചെടുക്കാൻ കഴിയുന്ന ആധുനിക കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകരിൽ ഒരാളാണ്. അത് പ്രത്യേകിച്ച് പോക്കർ മാഷും KN വേദിയിൽ അത് പറയാൻ എനിക്ക് കൂടുതൽ അഭിമാനമുണ്ട്. അവരും കേരളത്തെ ഇളക്കിമറിച്ച ആ അതിനൊരു ചിന്താചരിത്രമുണ്ട് അവരുടെ പുസ്തകങ്ങൾക്ക്. അത് പറയാനുള്ള വേദിയല്ല ഇത് എന്നുകൊണ്ട് ഞാൻ പറയുന്നു. ചില പുസ്തകങ്ങളുണ്ടാകുന്നതോടെ ചിലരെങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത് എന്നതിന്
നല്ലൊരു തെളിവാണ് ഇവരുടെ ചില പുസ്തകങ്ങൾ, നിർണായകമായ സമയത്തിറങ്ങിയ ചില പുസ്തകങ്ങൾ എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. ആ നിലക്ക് വലിയ സന്തോഷം സമ്പന്നമായ ഈ വേദിയുടെ ഭാഗമാകുവാനും ശ്യാംകുമാറിൻ്റെ പുതിയ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും